നല്ല കുട്ടികളെ നിങ്ങളെ തറവാട്ടിൽ കാരണന്മാരറിയില്ലേ? നിങ്ങൾ ഈ വെയിലും കൊണ്ട് അങ്ങനെ നടക്കുക. കണ്ട പെരയിൽ മുഴുവൻ കയറി ഇറങ്ങി സക്കാത്ത് 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 പറഞ്ഞ് നടന്നാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അല്ല, പോയടത്തെന്തെങ്കിലും എന്തെങ്കിലും കിട്ടിയോ? അതാ വെറുതെ ഇങ്ങനെ നടക്കേ? അല്ലേ, നമ്മളിങ്ങനെ ഓരോ കെട്ടും പാണ്ടായിട്ട് ഇങ്ങനെ ഈ വെയിലത്ത് ഇങ്ങനെ നടന്നിട്ട് ഓരോ പേരെ എന്തെങ്കിലും തിന്നണോ? ഒരു തുള്ളി വെള്ളം കിട്ടിയോ നിങ്ങൾക്ക്? ഉണ്ടോ? അല്ല, നമ്മൾ അനുഭവിച്ചോട് ചോദിച്ചതാണ്. നിങ്ങളെ ചെറുപ്പകാലം പോലെ തന്നെയാണ് നമ്മളിതുപോലെ ഒരുപാട് നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാകുമല്ലോ, ഏതൊരു വീട്ടിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? കിട്ടൂല. അതാണ് മക്കളെ ഇപ്പോഴത്തെ കാലം. ഒരു മനസ്സുണ്ടല്ലോ, ഒന്ന് പുറത്തിറങ്ങി നിങ്ങൾ വരെ പോയിട്ടൊരു ബെല്ലടിച്ച് വയ്ക്കുകയാണ്, കിട്ടുമോ? ആരെങ്കിലും വന്ന് തുറന്നു തരും നിങ്ങൾക്ക്? വാതിൽ തുറന്നു തന്നിട്ട് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമോ? അത് ജനങ്ങളുടെ കൂടെ ഒന്നും ഇങ്ങനെ എത്തി നോക്കും. അത് കണ്ടില്ല. ഇന്ന് പിന്നെ എന്തിനാണ് കുട്ടികളെ ഇങ്ങനെ നടക്കുന്നത്? നിങ്ങളിപ്പോൾ ഓരോ പെര തിരഞ്ഞെടുക്കുക, ഇങ്ങോട്ട് പോരി. നമ്മളെ തറവാട്ടിൽ നമ്മളെ കാരണന്മാരുണ്ടാക്കി വെച്ച പുണ്യം കൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അല്ല, നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ട് പറയാം കേട്ടോ. ഞങ്ങളിങ്ങനെ ചോദിച്ചു വന്നുകൊണ്ട് നിങ്ങളോട് ഒരു വെറുപ്പും തോന്നണ്ട. വെറുപ്പുണ്ടാകാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങളിൻ്റെ കുടീൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി, നേരത്തിന് എന്തെങ്കിലും തിന്നാണ്ടാവുന്നു ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി. അവസ്ഥ കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ നിങ്ങളെ വെറുതെ മടക്കി വിടാനും വയ്യ കുട്ടികളെ. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് തരാൻ ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ സക്കാത്തിൻ്റെ പേരും പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കും? തരുന്നവര് തരും, തരാത്തവര് തരും. കരയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾ കരഞ്ഞാൽ എൻ്റെ ചങ്ക് പിടയും. കാരണം എൻ്റെ ചെറുപ്പകാലം നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് മക്കളെ ഞങ്ങളോട് പറഞ്ഞത്, സക്കാത്തും തരഞ്ഞ് നടക്കണ്ട. ഇപ്പോഴത്തെ കാലത്ത് ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് കിട്ടും. നിങ്ങൾ കാണുമ്പോൾ എൻ്റെ കണ്ണും കൂടി നിറയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് കിട്ടാവുന്നത് എന്തെങ്കിലും വെച്ചാൽ ഇവിടെ വാങ്ങി കുടിച്ചിട്ട് പോയിക്കോളി മക്കളെ. ആരും നിങ്ങളുടെ സങ്കടം കാണാനും നിൽക്കില്ല. ഈ 10-30 ദിവസങ്ങൾ നോമ്പ് നോറ്റ് ഓരോ വീട്ടിലിങ്ങനെ കയറിയിറങ്ങുമ്പോൾ ഒരു 100 വീട്ടിൽ നിന്ന് 2-3 വീട്ടിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് സ്നേഹത്തോടെ എന്തി തരും. അതല്ലാതെ നിങ്ങളൊന്ന് വേഗം ഒന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി മാത്രമാണ് ആരെങ്കിലും എന്തെങ്കിലും തിന്ന് ഒഴിവാക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വളർന്നു വലുതുമ്പോൾ നിങ്ങളെ മക്കളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. സക്കാത്തിൻ്റെ കാര്യം പറഞ്ഞ് എവിടെ പോരും. കഴിയണതും സ്നേഹത്തോടെ വീട്ടിൽ തന്നെ കുത്തിറിഞ്ഞ് വെള്ളമുള്ള നേരത്തിന് കുടിച്ചാൽ മതി. വെറുപ്പോട് കൂടിയ നിങ്ങളെ ഈ മുഖത്തേക്കിട്ട് നോക്കുക ആൾക്കാർ. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ കൊണ്ടൊന്നും എവിടെ എത്തൂല. കിട്ടുന്ന വെള്ളം സ്നേഹത്തോടു കൂടി തരുന്നത് ഏത് വീട്ടിൽ നിന്നാണോ അത് വാങ്ങി കുടിച്ചിട്ട് കൊടുക്കുക. കാലത്ത് സക്കാത്ത് അത് സ്നേഹം മാത്രം കിട്ടുക. കൊടുത്താൽ കിട്ടുന്നതല്ല മക്കളെ ഈ സ്നേഹം. അത് ആവശ്യക്കാരനെ കൊടുക്കാൻ പാടുള്ളൂ. അറിഞ്ഞ് നൽകുന്നവന് മാത്രം. അവനായിരിക്കും മക്കളെ നിങ്ങളുടെ ദൈവം. നിങ്ങൾ പടച്ചോനെ റബ്ബെ എന്ന് വിളിക്കുന്ന, ഈശ്വര എന്ന് വിളിക്കുന്ന ആ ദൈവം, അത് മനസ്സ് നിറഞ്ഞു തരുന്ന ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും. നിങ്ങൾ പോയിക്കോളൂ.